എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3-5 സെമസ്റ്റർ പരീക്ഷകളിൽ ഏതായിരിക്കും ആദ്യം ആരംഭിക്കുക എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ അടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3-5 സെമസ്റ്റർ പരീക്ഷകളിൽ ഏതായിരിക്കും ആദ്യം നടക്കുക, ഏതായിരിക്കും ആദ്യം ഉണ്ടാകുക എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന സംശയമാണ്. 3-ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ FIUGP 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമുകാരുടെ 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നായിരിക്കും ആരംഭിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. ഇതിന് കൃത്യമായൊരു ഉത്തരം നമുക്ക് അക്കാഡമിക് കലണ്ടറിലൂടെ തന്നെ പരിശോധിക്കാം. ഇതിന് നിങ്ങൾക്കൊരു കൃത്യമായൊരു ഉത്തരം അക്കാഡമിക് കലണ്ടർ തന്നെ നൽകുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എക്സാമുകളാണ്. ഏതാണ്? ഇതിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം നമുക്ക് 5th സെമസ്റ്ററിൻ്റെ കാര്യം തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം. 5th സെമസ്റ്ററിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് സെമസ്റ്റർ എന്നതിൽ കാണിക്കുന്നത് എന്താണ്? അത് ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എക്സാമിനേഷനായിട്ട് കാണിക്കുന്നത് 30/10/2025 30/10/2025 എന്ത് ചെയ്യുന്നത്? ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത് എന്ന് തീർച്ചയായും അറിയിച്ചിട്ടുണ്ട്. അത് 30/10/2025 എന്ത് ചെയ്യുക? ആരംഭിക്കും. അടുത്ത മാസം 30-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 30-ാം തീയതി മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എക്സാമിനേഷനിൽ ഒക്ടോബർ മാസം 30-ാം തീയതി മുതലായിരിക്കും പരീക്ഷകൾ, 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുക. ഇനി FIUGP 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ എന്നായിരിക്കും ആരംഭിക്കുക? അത് നമ്മളിവിടെ നോക്കുമ്പോൾ FIUGPയുടെ ഇത് ആരംഭിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതായത് നവംബർ മാസം 3-ാം തീയതി മുതലാണ്. നവംബർ മാസം 3-ാം തീയതി നവംബർ മാസം 3-ാം തീയതി തന്നെ. നവംബർ മാസം 3-ാം തീയതി മുതൽ തന്നെയാണ് FIUGP 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ആരംഭിക്കുന്നത്. അപ്പോൾ ഏത് സെമസ്റ്ററാണ് ആദ്യം ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ്. കാരണം ഒക്ടോബർ മാസം 30-ാം തീയതി തന്നെ ആരംഭിക്കും. അതിനുശേഷം നവംബർ മാസം 3-ാം തീയതി മുതലാണ് 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ഒക്ടോബർ മാസം 30-ാം തീയതി എന്ത് ചെയ്യും? 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കും. ശേഷം നവംബർ മാസം 3-ാം തീയതി മുതൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? FIUGP 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഉണ്ടാകുക എന്താണ്? 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ തന്നെയാണ്. അപ്പോൾ എന്ന് പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി ഏത് ഡേറ്റിലാണ് 2 ക്ലാസ്സുകളും തുടങ്ങി നമുക്ക് നോക്കാം. FIUGP 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ ക്ലാസ്സുകൾ തുടങ്ങിയത് ജൂൺ മാസം 2-ാം തീയതി മുതലാണ്. എന്നാൽ 5-ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ തുടങ്ങിയത് ജൂൺ മാസം 23-നാണ്. ഈ 2 ഡേറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അക്കാഡമിക് കലണ്ടർ ഡേറ്റ് കറക്റ്റ് ആയിരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ പറയാനുള്ളത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയൊരു ഡേറ്റിൽ, അത് 1-2 ദിവസങ്ങളിലെ ഒരു വ്യത്യാസം വരും എന്നല്ലാതെ അക്കാഡമിക് കലണ്ടറിൽ നിങ്ങളുടെ ഡേറ്റുകൾ നോക്കുമ്പോൾ 1-2 ദിവസത്തെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല. ക്ലാസ്സുകൾ ആദ്യം തുടങ്ങിയത് FIUGP ആണെങ്കിലും ആദ്യം വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളാണ്. കോളേജിലെ സീനിയർ എന്ന് പറയാൻ പറ്റില്ല, സൂപ്പർ സീനിയേഴ്സായ വിദ്യാർത്ഥികളുടെ പരീക്ഷ തന്നെയായിരിക്കും. അപ്പോൾ പഠിച്ചു മുന്നോട്ട് പോകുക. അടുത്ത മാസം 30-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നതെന്ന് അക്കാഡമിക് കലണ്ടർ അറിയിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയതുമായി കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.